ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഏട്ടത്തി പാർട്ട് 2. ഡോക്ടർക്ക് കഴിയാത്തത് ഞാനങ്ങ് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടുള്ളൊരാക്രമണം. പല്ലും നഖവും ഉപയോഗിച്ച ഭ്രൂണത്തെ പിഴുതെടുക്കാനാണോ ഭാവം? നാശം, നശിക്കട്ടെ നശിക്കട്ടെ. ഭാമയും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു. തൻ്റെ വയറ്റിൽ നിന്ന് ഈ നാശം ഒഴിയട്ടെ. അച്ഛന് വേണ്ടാത്ത ഈ കുഞ്ഞ് പിന്നെ എന്തിനു ജനിക്കണം? വേണ്ട, ജനിക്കണ്ട, ചാപിള്ളയായി പിറക്കട്ടെ. ഭാമ അങ്ങനെ ആഗ്രഹിച്ചു. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. നേരം പുലർന്നു. 5 മണിക്ക് തന്നെ ഒരു കൃത്യമായ സൈറൻ പോലെ കാർത്തി ഉറക്കെ വിളിച്ചു ഭാമയെ. തീരെ വയ്യായിരുന്നു. എങ്കിലും ഭാമ എഴുന്നേറ്റു. പുലരും മുമ്പ് തന്നെ ഇഴഞ്ഞും വലിഞ്ഞും പണി ആരംഭിച്ചു. പഠനം മതിയാക്കി അല്പം കഴിഞ്ഞപ്പോൾ ജ്യോതിയും അടുക്കളയിലെത്തി. ഭാമയുടെ വിഷമാവസ്ഥ കണ്ടിട്ട് തന്നെ സഹായിക്കാനാണ് ജ്യോതി വന്നത്. ഇന്നലെ ഏട്ടൻ ഭാമേട്ടത്തെ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ? അത്യധിക അനുതാപത്തോടെ ജ്യോതി പറഞ്ഞു. ഭാമ വേദനയോടെ മന്ദഹസിച്ചു. ആ മിഴികളിൽ വേദന ഉറവ കണ്ണു തുറക്കുന്നത് ജ്യോതി കണ്ടു. ഭാമേട്ടത്തെ ഒരിടത്ത് ഇരുന്ന് പറഞ്ഞു തന്നാ മതി, ഇന്ന് ഞാൻ ചെയ്യാൻ ജോലിയൊക്കെ, ജ്യോതി പറഞ്ഞു. പക്ഷെ ഭാമ ഇരുന്നില്ല. നടുവിനാണോ വേദന? ഭാമ തലയാട്ടി. അല്ലെന്നോ ആണെന്നോ പോലെ. അമ്മച്ചിയുടെ കുഴമ്പെടുത്തോണ്ട് വരാൻ ഞാൻ. ലേശം പുരട്ടി തടവിയിട്ട് ആവി പിടിക്കാം, അപ്പൊ ആശ്വാസം കിട്ടും. ജ്യോതി അമ്മ കിടക്കുന്ന മുറിയിലേക്ക് വന്ന് കാര്യം പറഞ്ഞു. വെളുപ്പിനെ ഉണർന്ന് പതിവ് കടുങ്കാപ്പിയും കുടിച്ച് വെറുതെ കിടക്കുകയാണ് അമ്മ. കുഴമ്പോ? കാർത്തിക് ഈർഷ്യയായി. എന്തിനാ? കെട്ടിയവന്മാര് വല്ലവും പറയുമ്പോ അനുസരിക്കണം, അല്ലാഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്തേലും കുഴമ്പില്ല. നിന്റെ ആങ്ങളെ ഇത്തിരി കുഴമ്പ് മേടിച്ചു തരുന്നത് വെള്ളിക്കാലയിൽ തൂക്കിയിട്ടാ. 30 ദിവസം എത്തിച്ചില്ലെങ്കിൽ ആ 6 പിശക്കിന് കലി ഇളകും. ജ്യോതിയെ തുറിച്ചു നോക്കി കാർത്തി തുടർന്നു. നിന്നെ കൂടി കെട്ടിച്ചു വിട്ടാലേ എന്റെ ചെറുക്കന് സ്വസ്ഥത കിട്ടും. അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാ എന്നെ പ്രസവിച്ചതെന്നു. ജ്യോതി കുഴമ്പുമായി വന്ന് ഭാമയെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി. പുറത്ത് കുഴമ്പ് നല്ല വെള്ളം പുരട്ടി തിരുമി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ആവിയും പിടിച്ചു കൊടുത്തു. എന്നിട്ട് അവൾ തന്നെ പണികൾ ചെയ്തു. തെല്ല ആശ്വാസം തോന്നി ഭാമയ്ക്ക്. തന്റെ സങ്കടം കാണാനും വേദനയിൽ അനുതപിക്കാനും ഒരാളുണ്ടല്ലോ ഇവിടെ, അത് തന്നെ മഹാഭാഗ്യം. അല്പ ആശ്വാസം തോന്നിയപ്പോൾ ഭാമ ജ്യോതിയെ സഹായിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ഏട്ടത്തി, ജ്യോതി നിർദ്ദേശിച്ചു. എന്തിന്? എന്റെ ഈ ശരീരം ശുശ്രൂഷിച്ച് നന്നാക്കണമെന്ന് തോന്നേണ്ട ആൾക്ക് മിണ്ടുന്നില്ലല്ലോ, പിന്നെന്തിനു പോകണം? ഭാമ ചോദിച്ചു. ഞാൻ പറയാം ഏട്ടനോട്. മധു കുളിക്കാൻ എത്തിയപ്പോഴേക്കും ആഹാരം കഴിക്കാൻ എത്തിയപ്പോഴേക്കും ജ്യോതി ഭാമയുടെ വല്ലായ്മകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ മധു ഭാമയെ കൊണ്ടുപോയില്ല. പോയി കണ്ട് മരുന്ന് വാങ്ങാനുള്ള പണവും കൊടുത്തില്ല. ദേഷ്യം, അതിലുപരി വെറുപ്പ്, രണ്ടും മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിയുന്നത് വരെ മധു കാട്ടാളത്തരം തന്നെ കാട്ടും. പക്ഷെ മധുവിന്റെ മനസ്സിൽ ഇത്തവണ കുടിയേറി കാട്ടാളൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഭാമയുടെ ഗർഭം ഇല്ലാതാകണം. അത് വളരും തോറും അയാളുടെ ദേഷ്യം ഇരട്ടിക്കുകയുള്ളൂ. ഭാമയുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. ആ ദേഷ്യവും വെറുപ്പും പോയില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അയാൾ അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. അയാളുടെ കൈ ഭാമയുടെ കൈ കവളിൽ പതിഞ്ഞു. മാസം തികഞ്ഞിട്ടും അത് തന്നെയായിരുന്നു മധുവിന്റെ രീതി. ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച ഉച്ചയാകാറായിരുന്നു. മധുവിന് കുളിക്കാനായി ചെമ്പ് നിറയ്ക്കാൻ വെള്ളം കോരുകയായിരുന്നു ഭാമ. ഗേറ്റ് കടന്ന് അച്ഛനും അമ്മയും വരുന്നത് അവൾ കണ്ടു. ഭാമ തൊട്ടിയും കയറും താഴെ വെച്ച് ഗേറ്റിങ്കലേക്ക് ഓടി വന്നു. ഭാസ്കരൻ മാഷും സരോജവും അമ്പരന്ന് നിന്നുപോയി. പ്രാഞ്ചി വരുന്നു തങ്ങളുടെ പൊന്നോമന മകൾ ഭാമ. ഇളയവളായതുകൊണ്ട് ഒരുപാട് ഓമനിച്ചാണ് ഭാമയെ വളർത്തിയത്. ജോലി കിട്ടാനായി കാത്തിരുന്നാൽ വിവാഹം വൈകി പോകുമെന്നവർ ഭയന്നു. അതുകൊണ്ടാണ് ഒരു ജോലിക്കാരന്റെ ആലോചന വന്നപ്പോൾ നിർബന്ധിച്ച് വിവാഹം നടത്തിയത്. അന്വേഷിച്ചു. മധുവിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ബോധ്യപ്പെട്ടു. എന്നിട്ടാണ് വിവാഹം നടത്തിയത്. പക്ഷേ വിദ്യാഭ്യാസവും സംസ്കാരവും തൊലിപ്പുറമുള്ള മാത്രമുള്ള വെറും ഒരു കാട്ടുപോത്താണവൻ എന്നറിയാൻ വളരെ വൈകിപ്പോയി. നിറഞ്ഞ വയറുമായി അരികിലെത്തിയ മകളെ സരോജൻ ചേർത്ത് പിടിച്ചു. നിറമിഴികളോടെ ചോദിച്ചു പോയി. എന്താ മോളെ ഇത്? എന്തു പറ്റി നിനക്ക്? എന്തൊരു കോലമാണിത്? പാറിപ്പറന്ന മുടി, ഒട്ടിയ കവളെല്ലുകൾ, വീർത്തുന്തിയ ഉദരം. അമ്മയുടെ ചോദ്യം ഭാമയുടെ നെഞ്ചിനുള്ളിൽ വല്ലാത്ത നീറ്റലുണ്ടാക്കി. അവളുടെ മിഴികൾ പൊടുന്നനെ നിറഞ്ഞു. എങ്കിലും അത് മറയ്ക്കാൻ ശ്രമിച്ചു പറഞ്ഞു. എന്താന്നറിയില്ലമ്മേ, ഇത്തവണ വല്ലാത്ത ക്ഷീണമാണ്. നീ ഡോക്ടറെ കാണാനൊന്നും പോകുന്നില്ലേ ഭാമേ? എന്തിന്? വയറ്റിനുള്ളിൽ വളരുന്ന പെൺകുഞ്ഞും അതിനെ ചുമക്കുന്ന താനും ആരോഗ്യവതകളാകാനോ? ആർക്കു വേണ്ടി?
ആര് കൊണ്ടുപോകാൻ? പക്ഷെ ഭാമ അപ്പോഴും കള്ളം പറഞ്ഞു. പിന്നെ പോകാതെ, കുഴപ്പമൊന്നും ഡോക്ടർ പറയുന്നില്ല. അവൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് ഭാസ്കരൻ മാഷിനും സരോജത്തിനും മനസ്സിലായി. ഇരുവരും കാർത്തിയെ സമീപിച്ചു. ഭാമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് കരുതി വന്നതാ ഞങ്ങൾ, സരോജം പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോകാനോ? അതെന്തിന്? കാർത്തി ചോദിച്ചു. പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടേക്കാം. ഇതാ നന്നായേ. അവളെ അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ ആരാ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേറെ വല്ലവരും ഉണ്ടോ? അല്പകാലത്തേക്കല്ലേ കാർത്തേച്ചി, സരോജം പറഞ്ഞു. എന്ന് വെച്ചാൽ മധു സമ്മതിക്കുവോ? അവന്റെ കാര്യങ്ങൾ കുഴയത്തില്ലേ? വലിയ ചിട്ടക്കാരനവൻ. കാർത്തിച്ചയുണ്ടല്ലോ ഇവിടെ. എനിക്കാണെങ്കിൽ തീരെ വയ്യ, ഒരു പണിയും ചെയ്യാൻ മേല, കാർത്തി പറഞ്ഞു. പെണ്ണിനാണെങ്കിൽ പരീക്ഷ എടുത്തു. അവള് പഠിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ വീട്ടുപണിക്കൊന്നും വയ്യ. പഠിക്കുന്ന കുട്ടിയും വയ്യാത്ത കാർത്തിയേച്ചിയും കൂടി ഭാമയുടെ പ്രസവം നോക്കാൻ പറ്റുമോ? അതാ ഞങ്ങൾ കൊണ്ടുപോകാന്ന് വെച്ചത്, ഭാസ്കരൻ മാഷ് പറഞ്ഞു. എന്നാ പിന്നെ അവനെയും കൂടെ കൊണ്ടുപോയിക്കോ. അല്ലാണ്ട് ആരാ അവന് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ളത്? ഭാമയുടെ ഭർത്താവല്ലേ അവൻ, കൊണ്ടുപോകാം. എന്നാലും ഒന്ന് ചോദിക്കട്ടെ, അത് കഴിയുമ്പോൾ ബാക്കി രണ്ടാളും എന്താ ചെയ്യുക? പട്ടിണി കിടക്കുമോ കഞ്ഞി വെക്കാതെ? അത് ചോദിക്കാൻ നിങ്ങൾക്കെന്താ കാര്യം? കാർത്തിയുടെ ഭാവം മാറി. ഇതെന്താ അമ്മേ? ജ്യോതി കാർത്തിയോട് തെല്ല് കയർത്തു. ഭാമേട്ടത്തെ അവര് കൊണ്ടുപോട്ടെ, അല്ലെങ്കിലും പ്രസവം നോക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? നീ ആരാടി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? പൊട്ടി വീണതുപോലെ മധു എത്തി. ജ്യോതിയുടെ പെടലിക്ക് പിടിച്ചൊരു തള്ളു കൊടുത്തു. ജ്യോതി രക്ഷപ്പെട്ടു. എന്നിട്ട് അയാൾ ഭാമയ്ക്ക് നേരെ കലിതുള്ളി. എന്തെടുക്കുവാടി നീ ഇവിടെ? കുളിക്കാനുള്ള വെള്ളം കോരി ഓടി ഇതുവരെയായിട്ടും. മധു ഭാമയുടെ മുടിയിൽ പിടിച്ചു നുലച്ചു. വെള്ളം ചെമ്പിൽ പകുതിയായപ്പോഴാണ് അച്ഛനെ അമ്മ വന്നത്. ആ സന്തോഷത്തിൽ ഭാമ അക്കാര്യം മറന്നുപോയിരുന്നു. 10 മാസം തികഞ്ഞ ഇവൾ തന്നെ വേണോടാ നിനക്ക് കുളിക്കാനുള്ള വെള്ളം കോരിയിടാൻ? ഭാസ്കരൻ മാഷ് അകന്നൊന്ന് ചോദിച്ചുപോയി. പിന്നെന്താ, വെള്ളം കോരാൻ വേണ്ടി ഞാൻ വേറെ കെട്ടണോ? മധു നെറ്റി ചുളിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 3 നേരം തിന്നുന്നുണ്ടല്ലോ, പിന്നെന്താ കുറച്ച് വെള്ളം കോരിയാൽ? ഭാമ വെള്ളം കോരാനായി നീങ്ങി. കിണറ്റിലേക്ക് തൊട്ടി ഇറക്കുമ്പോൾ അവൾ ആശിച്ചു പോയി, ഈ കയറ് തട്ടി താൻ ഈ കിണറ്റിലേക്കങ്ങ് വീണെങ്കിലെന്നും. ശ്വാസം നിലച്ചു കിട്ടിയെങ്കിൽ. ചാടാൻ കഴിയാത്ത നിസ്സഹായത അവളെ തളർത്തി. മധു കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നീങ്ങിയപ്പോൾ സരോജം പിന്നാലെ ചെന്നു. ഭാമയെ ഞങ്ങൾ കൊണ്ടുപോകാം മധു. ഓഹോ, എന്നാര് പറഞ്ഞു? അവൻ ചോദ്യം തിരിച്ചു. അവൾ പറഞ്ഞോ, അതോ നിങ്ങൾ തനിയെ തീരുമാനിച്ചോ? മാസം തികഞ്ഞില്ലേ അവൾക്ക്? പ്രസവിച്ചു കഴിഞ്ഞ് തിരികെ കൊണ്ടുവന്ന് വിട്ടാൽ മതിയല്ലോ. എന്റെ ഭാര്യയുടെ പ്രസവം നോക്കാൻ എനിക്കറിയാം. അതിനവൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? കർശനമായ ഓർഡറാണ്. തങ്ങൾ പെണ്ണിന്റെ മാതാപിതാക്കളാണ്. പെണ്ണിനെ കൊടുത്തുപോയി. ഇനി തീരുമാനവും അവകാശവും ഒക്കെ അവൻ്റെതാണ്. അവന് തല്ലാം കൊല്ലാം എന്തും ചെയ്യാം. മറുത്ത് പറയരുത്, മിണ്ടരുത്. പൊന്നുമോളെ, നിന്റെ വിധി ഇതായി പോയല്ലോ. നിറമിഴികളോടെയാണ് രണ്ടാളും മടങ്ങിയത്. അവരോടൊപ്പം പോകാമല്ലോ എന്ന് ഭാമ ഒരുപാട് ആശ്വസിച്ചതാണ്. അച്ഛനും അമ്മയും പോയതോടെ നെഞ്ച് വിളർന്ന് കരഞ്ഞുപോയി ഭാമ. എന്തിനാ കരയുന്നത്? ജ്യോതി കുറ്റപ്പെടുത്തി. ആര് തടഞ്ഞാലെന്താ, പോകണമായിരുന്നു. ഭാമേട്ടത്തേക്ക് കരയാനല്ലാതെ ഒന്നിനും ചുണയില്ല. ഭാമ മറുപടി പറഞ്ഞില്ല, നിശബ്ദം കരഞ്ഞു. അതെ, താൻ ചുണയില്ലാത്തവളാണ്. എന്താണ് ഇനി ചെയ്യുക? 2-3 ദിവസം കൂടി കഴിഞ്ഞു. ഒരു പകൽ മധു ജോലിക്ക് പോയി കഴിഞ്ഞു. ജ്യോതി കോളേജിലും പോയി. ഉച്ച സമയം. കാർത്തിക്ക് വേണ്ടി ടേബിളിൽ ഊണ് വിളമ്പുകയാണ് ഭാമ. അതിനിടയിൽ അവളൊന്ന് പുളഞ്ഞു. മുഴുവാലെ ഉഷ്ണിച്ചു. 6 പ്രസവിച്ച കാർത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. ഭാമയ്ക്ക് പ്രസവ വേദന ആരംഭിച്ചിരിക്കുന്നു. അയ്യോ എന്റെ ഈശ്വര! ഒരു നിലവിളി അവരുടെ തൊണ്ടയിൽ തങ്ങി. ഡേറ്റ് എടുത്തപ്പോ വല്ല ഹോസ്പിറ്റലിലോട്ട് പോകാൻ മേലായിരുന്നോടി നിനക്ക്? കാർത്തി ദേഷ്യപ്പെട്ടു. ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് ഇപ്പോഴിവിടെ ആരാടി ഉള്ളത് നിന്റെ പ്രസവം എടുക്കാൻ? ഭാമ ശബ്ദിച്ചില്ല. വേദന കടിച്ചു പിടിച്ചിരുന്നു. അവൾക്കറിയാമായിരുന്നു ഡേറ്റ് എടുത്തെന്ന്. നാളെയാണ് ഡേറ്റ്. പക്ഷേ ഇന്ന് അതുണ്ടാവൂ എന്ന് കരുതിയില്ല. ഡേറ്റ് എടുത്തെന്ന് മധുവേട്ടനും അറിയാം. ഹോസ്പിറ്റലിൽ പോകണമെന്നോ അല്ലെങ്കിൽ എന്ന് അഡ്മിറ്റ് ആകണമെന്നോ ഒരക്ഷരവും ആൾ ശബ്ദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാമ മനഃപൂർവ്വം അങ്ങോട്ട് പറഞ്ഞതുമില്ല. ഉള്ളിൽ അല്പം വാശിയോടെ ഭാമയെ നിശബ്ദത പാലിച്ചു. പക്ഷേ ഇവിടെ ജ്യോതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഭാമ ആഗ്രഹിച്ചു പോയി. ഞാനിപ്പ എന്താ ചെയ്യണ്ടേ? കാർത്തി വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ആരെയാ വിളിക്കുന്നേ? ഭാമ മുറിയിലേക്ക് കയറി. ഈറ്റുനോവിന്റെ വേദന കടിച്ചു പിടിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. കാർത്തി ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി. അയൽവക്കത്തെത്തി. അമ്മുക്കുട്ടിയെ! കാർത്തി വെപ്രാളത്തോടെ വിളിച്ചു. കാർത്തിയുടെ പ്രായമുണ്ട് അമ്മുക്കുട്ടിക്ക്. ഭർത്താവ് കളക്ട്രേറ്റിലെ പ്യൂണാണ്.
എന്താ കാർത്തി, എന്തു പറ്റി? കാർത്തിയുടെ വെപ്രാളം കണ്ടപ്പോൾ അമ്മുക്കുട്ടി ചോദിച്ചു. ഭാമയ്ക്ക് പ്രസവ വേദന തുടങ്ങി. ആഹാ, ഡേറ്റ് അടുത്തായിരുന്നോ? എന്നിട്ടെന്താ ഹോസ്പിറ്റലിൽ പോകാതിരുന്നത്? ആ, കാർത്തി കൈമലർത്തി. ഞാൻ എന്നാ പറയാനാ, എങ്ങും പോയിട്ടില്ല. ഞാൻ 6 എണ്ണത്തിന് പ്രസവിച്ചത്. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. ദിവസം അടുത്തുനിന്ന് അവർക്കല്ലേ അറിയാവുന്നത്. പോകണ്ടായോ? ഇതിപ്പൊ എന്നെ വലയ്ക്കാനായിട്ട്. നാശം. അല്ല, എന്താണിപ്പൊ ചെയ്യുക? അമ്മിണിക്കുട്ടി ചോദിച്ചു. ആ മുക്കവലയിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു തരണേ അമ്മുക്കുട്ടി. കാർത്തി പൊയ്ക്കോ, ഓട്ടോറിക്ഷയുമായി ഞാൻ ഇതാ വന്നേക്കാം. അമ്മുക്കുട്ടി വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നിമിഷം കൊണ്ട് ഒരു ഓട്ടോറിക്ഷയുമായി വന്നു. അമ്മുക്കുട്ടി തന്നെ ഭാമയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തി. ഓരോ നിമിഷം കഴിയും തോറും വിഷമം അധികരിച്ചുകൊണ്ടിരുന്നു അവൾക്ക്. ഭാമ വണ്ടിയിൽ കയറിയിരിക്കുന്നത് കണ്ടിട്ടാവണം അനു കാറി കരഞ്ഞു. നാശം, ഈ കൊച്ചിന്റെ ഒരു അലർച്ച. കാർത്തി ദേഷ്യപ്പെട്ടു കൊണ്ട് അനുവിനെ എടുത്ത് ഇറങ്ങി ഓട്ടോയിൽ കയറാനൊരുങ്ങി. കാർത്തി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഇരുന്നോളൂ, അമ്മുക്കുട്ടി പറഞ്ഞു. ഭാമയുടെ കൂടെ ഞാൻ പോകാം, കുഞ്ഞ് കരയുമല്ലേ. പോകുന്ന വഴിക്ക് ഞാൻ മധുവിന്റെ ഓഫീസിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞോളാം. ആ അത് മതി. കാർത്തിക്ക് സമ്മതമായി. ഓട്ടോറിക്ഷ നീങ്ങി. ആദ്യം കണ്ട ബൂത്തിൽ തന്നെ ഇറങ്ങിയിട്ട് അമ്മുക്കുട്ടി മധുവിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. മധുവിനെ കിട്ടണമെന്ന് പറഞ്ഞു. മധുവിനെ ലൈനിൽ കിട്ടിയപ്പോൾ അമ്മുക്കുട്ടി വിവരം പറഞ്ഞു. ഫാമയുടെ ചേച്ചി മെഡിക്കൽ കോളേജിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. മധു എത്രയും വേഗം അങ്ങോട്ട് വന്നേക്ക്, അമ്മുക്കുട്ടി പറഞ്ഞു. ആ, മധു മൂളി. ഫോൺ ചെയ്തിറങ്ങുമ്പോൾ മധുവിന്റെ ഉത്സാഹരഹിതമായ മൂളൽ അമ്മുക്കുട്ടിയുടെ മനസ്സിൽ കടന്നു. മധുവിന്റെ സ്വഭാവം അമ്മുക്കുട്ടിക്ക് നല്ലവണ്ണം അറിയാം. ഭാമ ചെറിയിടത്ത് കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അറിയാറുണ്ട്. പക്ഷേ അതിലിടപെടാൻ അമ്മുക്കുട്ടിക്ക് എന്താ കാര്യം? ഓട്ടോറിക്ഷ മെഡിക്കൽ കോളേജിലെത്തി. പെയിനോടുകൂടി വന്നതുകൊണ്ട് ഭാമയെ നേരെ ലേബർ റൂമിലേക്ക് തന്നെയാണ് കയറ്റിയത്. അമ്മുക്കുട്ടി തന്നെ സിസ്റ്റർ ലളിതയുടെ കാര്യം പറഞ്ഞു. ലേബർ റൂമിൽ നിന്നിരുന്ന അറ്റൻഡർ പെട്ടെന്ന് ലളിത നിന്നിരുന്ന വാർഡിലേക്ക് ഇന്റർകോമിലൂടെ വിളിച്ച് വിവരം പറഞ്ഞു. ലളിത പാഞ്ഞെത്തി. കുട്ടിയെയും കൊണ്ട് കാർത്തി വീട്ടിലുണ്ട് ലളിതേ, അമ്മുക്കുട്ടി പറഞ്ഞു. പിന്നെ മധുവിനെ ഇവരെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും, അമ്മുക്കുട്ടി ലളിതയോട് പറഞ്ഞു. ലളിത ലേബർ റൂമിലേക്ക് പാഞ്ഞു. വലിയ താമസമില്ലാതെ അനിയത്തി പ്രസവിക്കുമെന്ന് ലളിതയ്ക്ക് മനസ്സിലായി. അവർ അനുജത്തിയോടൊപ്പം നിന്നു. ചേച്ചിയെ കണ്ടതോടെ ഭാമയ്ക്ക് ഒരാശ്വാസമായി. ഭാമയെ പരിശോധിച്ച ഡോക്ടർ രേവതി ലളിതയെ മാറ്റി നിർത്തി പറഞ്ഞു. എന്താണിത് ലളിതേ, തന്റെ അനുജത്തിയും കുടുംബവും ഇത് ഏത് ലോകത്താണ്? ഇന്ന് വരെ ഡോക്ടറെ കണ്ടിട്ടില്ല. അതാത് സമയത്ത് ചെയ്യേണ്ടുന്ന ഇഞ്ചക്ഷനുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഡെലിവറി ആകാറായപ്പോഴാണ് എത്തുന്നത് തന്നെ. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ലളിത അമ്പരപ്പോടെ ഭാമയെ നോക്കി. ഭാമ മുഖം തിരിച്ചു കളഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഞങ്ങൾ രണ്ടിടത്താണല്ലോ, ഞാൻ അന്വേഷിക്കാം, ലളിത പറഞ്ഞു. ഡോക്ടറോടൊപ്പം ഭാമയുടെ സഹായത്തിനായി ലളിതയിൽ നിന്നു. ഭാമ പ്രസവിച്ചു. മധുവിനെ വാർത്തു വെച്ചതുപോലൊരു പെൺകുട്ടി. ലളിത ലേബർ റൂമിന് പുറത്തെത്തി. വിവരമറിയാനുള്ള ഉത്കണ്ഠയോടെ അമ്മുക്കുട്ടി മാത്രമുണ്ട്. മധു വന്നില്ലേ അമ്മുക്കുട്ടി ചേച്ചി? ലളിത ചോദിച്ചു. ഇല്ല, ഞാനും അതാണ് ഓർക്കുന്നത്. ഇപ്പോൾ 10 വട്ടം വരാനുള്ള സമയം കഴിഞ്ഞല്ലോ, അമ്മുക്കുട്ടി പറഞ്ഞു. ലളിതയുടെ മുഖം കടുത്തു. അല്പസമയം കൂടി നിന്നിട്ട് കുട്ടിയെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മുക്കുട്ടി മടങ്ങി. ലളിത തന്റെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. ഭാസ്കരൻ മാഷും സരോജവും ഓടിയെത്തി. ഭാമയെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിനോടൊപ്പം മയങ്ങിക്കിടക്കുന്ന ഭാമയെ കണ്ടപ്പോൾ ഭാസ്കരൻ മാഷിനും സരോജത്തിനും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ ചെന്നതാണ് അവിടെ. ഈ അവസ്ഥ മകൾക്ക് വരാതിരിക്കാൻ അപ്പോൾ ധാർഷ്ട്യമായിരുന്നു അവർക്ക് മുമ്പിൽ. ഇപ്പോഴോ? ഭാസ്കരൻ മാഷിൽ നിന്നും സരോജത്തിൽ നിന്നുമാണ് ലളിത സത്യങ്ങൾ അറിയുന്നത്. അമ്പരന്ന് പോയവർ. ഇവൾ പോലും എന്നിട്ട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ, ലളിത പറഞ്ഞു. എങ്കിൽ അവനെ ഇവിടെ വരുത്തിക്കാനുള്ള വിദ്യ എനിക്കറിയാമായിരുന്നു. എന്റെ ഭാമേ, നീ ഇത്ര പാവമായി പോയലോടി, ലളിത അനുജത്തിയുടെ കയ്യിൽ പിടിച്ച് തലോടി. നിനക്ക് എന്തിനാണ് ഇത്രയ്ക്ക് വിദ്യാഭ്യാസം? ഇത്രയേറെ സഹിച്ച് ചവിട്ടടിയിൽ കിടക്കണോ നീ? അതും നിന്റേതല്ലാത്ത തെറ്റിന്? ഭാമ വിങ്ങി പൊട്ടിയതേ ഉള്ളൂ. അവൻ ഇങ്ങ് വരട്ടെ, ഞാനെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. പെണ്ണിനെ പ്രസവിക്കുന്നത് നിന്റെ തെറ്റാണോന്ന്. ലളിത കരുതി കൂട്ടി തന്നെ നിന്നു മധുവിനെ കാണാൻ. പക്ഷേ സന്ധ്യ കഴിഞ്ഞിട്ടും രാത്രിയായിട്ടും മധു വന്നില്ല. ഭാര്യ പ്രസവത്തിനായി ഹോസ്പിറ്റലിലാണ് എന്നറിഞ്ഞാൽ ഭർത്താവിന്റെ സ്ഥാനമുള്ള ഏതൊരുവനും ഓടിയെത്തും. പക്ഷേ മധു എത്തിയില്ല. പ്രസവിച്ചോ കൊച്ചും തള്ളയും ജീവനോടെ തന്നെ ഉണ്ടോ? മധുവിന് അതുപോലും അറിയണ്ട. രണ്ടാമതൊരു പെൺകുഞ്ഞോടി ജനിച്ച സങ്കടം തീർക്കാൻ അയാൾ ബാറിൽ കയറിയിരിക്കുകയായിരുന്നു. കുറേയേറെ മദ്യം അകത്ത് ചെല്ലുമ്പോൾ ആ സങ്കടം തീർന്നു കിട്ടുമല്ലോ. നേരം പുലർന്ന്
9 മണിയായപ്പോൾ ജ്യോതി എത്തി. അവളെ കണ്ടപ്പോൾ ഭാമയ്ക്ക് കൂടുതൽ സങ്കടമായി. വന്ന പാടെ ജ്യോതി കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചു. മധുവേട്ടനെ അപ്പാടെ പറിച്ചു വെച്ചതുപോലുണ്ടല്ലോ ഭാമേട്ടത്തി മോള്. ജ്യോതി കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന്റെ വേണ്ടാത്ത മോളല്ലേ, അതാവും. ഭാമയുടെ സ്വരത്തിൽ നേർത്ത വിറയലുണ്ടായി. അമ്മ എവിടെ ജ്യോതി? അമ്മയ്ക്ക് മുട്ടിന് വേദനയാണത്രേ, നടക്കാൻ വയ്യാന്ന് ജ്യോതി പറഞ്ഞു. അനുമോൾ കരയാണോ? അമ്മയുമായി യുദ്ധത്തിലാണ്. മധുവേട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? ജ്യോതി ചോദിച്ചു. ഇല്ല. പിന്നെ എവിടെ പോയി? ഇന്നലെ അവിടെയും വന്നില്ല. ഞങ്ങൾ കരുതി ഇവിടെ ഉണ്ടാകുമെന്ന്. ഭാമ വിങ്ങിപ്പൊട്ടി. ഒരു പെൺകുട്ടിയുടെ പപ്പ കൂടിയായില്ലേ, ആഘോഷിക്കാൻ ഏതെങ്കിലും ബാറിൽ പോയിരിക്കും. അവർ ഇറക്കി വിട്ട് കാണില്ല, ജ്യോതി ഈർഷ്യയോടെ പറഞ്ഞു. ഏതായാലും അവൻ ഇത്രയ്ക്ക് മൃഗമാണെന്ന് ഞങ്ങളും കരുതിയില്ല, സരോജ പറഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. എന്തിനാമേ ജ്യോതിയോട് ഇതൊക്കെ പറയുന്നത്? അവൾ എന്തു പിഴച്ചു? ഭാമ ചോദിച്ചു. അതും ശരിയാ, ഈ പെങ്കൊച്ചെന്ത് ചെയ്യാനാ? വീട്ടിലിരിക്കുന്ന ആ തള്ള വിചാരിച്ചിരുന്നെങ്കിൽ അവൻ ഇത്രയ്ക്ക് കുഴപ്പക്കാരനാവില്ലായിരുന്നു. അതെ, സ്ത്രീക്ക് നാശം സ്ത്രീ തന്നെ. ഓരോ വീടിന്റെ നാശവും അത് തന്നെ, ഭാസ്കരൻ മാഷു പറഞ്ഞു. വീട്ടിലെത്തിയ ജ്യോതി അമ്മയെ ചോദ്യം ചെയ്തു. അമ്മ 6 പ്രസവിച്ചതല്ലേ? അമ്മയുടെ 4 പെൺമക്കൾക്കും ഈ 2 പ്രസവം വീതം എടുത്ത കണക്കുമുണ്ട്. എന്നിട്ടും അമ്മ ഭാമയേട്ടത്തിയോട് ഇത്രയും ക്രൂരത കാട്ടരുതായിരുന്നമ്മേ. നീ എന്നെ ഭരിക്കാൻ വരണ്ടടി. കാർത്തിക്ക് ദേഷ്യം വന്നു. അമ്മ കൂടെ പോയില്ലെന്നോ പോകട്ടെ, പ്രസവിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും പോയി കാണണ്ടേ കുഞ്ഞിനെയും ഭാമയേട്ടത്തെയും? ഈ വീട്ടിൽ കിടന്ന് രാവും പകലും വെച്ചു വിളമ്പി അമ്മയ്ക്കും തരുന്നുണ്ടല്ലോ, ആ നന്ദിയെങ്കിലും ഒന്ന് വേണ്ടായോ അമ്മേ? ഓ, ഇതുപോലൊന്നല്ലേ അവിടെ കിടക്കുന്നത്? കാർത്തി അനുവിനെ ചൂണ്ടിക്കാട്ടി. പിന്നെന്തോന്ന് ഇത്ര കാണാൻ? കൊള്ളാം, അയൽവക്കത്തുള്ള അമ്മു ചേച്ചി കാണിച്ച അത്ര ഉത്തരവാദിത്വം പോലും അമ്മ കാണിച്ചില്ല. നന്നായിരിക്കുന്നു. മതിയടി പറഞ്ഞത്. വൈകുന്നേരം മധു എത്തി. അന്നും അവൻ മദ്യപിച്ചിരുന്നു. ഏട്ട ഹോസ്പിറ്റലിൽ പോയോ? ജ്യോതി ചോദിച്ചു. എന്തിന്? ഫാമേട്ടത്തെ അവിടെ പ്രസവിച്ചു കിടക്കുന്നുണ്ട്, ചെന്ന് കാണണ്ടേ? അവളുടെ ചേച്ചി അവിടെ ഉണ്ട്, അവർക്കറിയാം പ്രസവം നോക്കാൻ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരിവിടെ എത്തിച്ചോളും. ജ്യോതി മടുത്ത് പിന്മാറി. ഡിസ്ചാർജ് ആയിട്ടും ഹോസ്പിറ്റൽ കാർത്തിയോ മധുവോ എത്തിയില്ല. ഇത്ര അവഗണനയോടെ ഒരു തെരുവ് പട്ടി പോലും പ്രസവിക്കില്ലേ ഇക്കാലത്ത്, ഭാസ്കരൻ മാഷ് അമർഷത്തോടെ പറഞ്ഞു. ഭർത്താവിന്റെ ബന്ധുക്കളും ഇല്ലാതെ നീ പിഴച്ചു പറ്റതാണെന്നല്ലേ ആരും ധരിക്കൂ. ഭാമ മിണ്ടിയില്ല. നെഞ്ചിനുള്ളിൽ കണ്ണീർ കെട്ടിക്കിടക്കുകയാണ്. മിണ്ടിപ്പോയാൽ കരഞ്ഞു പോകും. ഭാസ്കരൻ മാഷും സരോജവും കൂടി ഒരു ടാക്സി പിടിച്ചു. ലളിതയും ഭാമയോടൊപ്പം കയറി. അവർ നേരെ പോയത് മുക്കാട്ടേക്കാണു, ചെറിയിടത്തേക്കല്ല. അവിടെ എത്തിക്കഴിഞ്ഞ് പോരാൻ യാത്ര പറയുമ്പോൾ ലളിത പറഞ്ഞു. ഇനി നീ അങ്ങോട്ട് പോകണ്ട ഭാമേ. അവർ വരാത്തതിന്റെ അർത്ഥം നിന്നെ ഇനി അവിടെ വേണ്ട എന്ന് തന്നെയാണ്. ഞെട്ടലോടെ ഭാമ മിഴിച്ചു നോക്കി. ആണോ? തന്നെ ഇനി അവിടെ വേണ്ട എന്ന് പറയുക തന്നെയാണോ? ആണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ. മധുവോ കാർത്തിയോ മുക്കാട്ടേക്ക് തിരിഞ്ഞു നോക്കിയതുമില്ല. അനുമോളെ ഒന്ന് കാണാഞ്ഞിട്ട് ഭാമയ്ക്ക് നെഞ്ചുരുകി. പെണ്ണിനോട് താല്പര്യമില്ലാത്ത അമ്മയും മധുവേട്ടനും അവളെ സ്നേഹിക്കുമോ? അവളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യശാഠ്യങ്ങൾക്കും അനു നിൽക്കുമോ? അനുമോൾ തന്നെ കാണാതെ തന്റെ സ്നേഹവും ചൂടും കിട്ടാതെ നട്ടം തിരിയുകയാകും. കുഞ്ഞിനെ ചെന്നൊന്ന് കൊണ്ടുവരാൻ ഭാമ അച്ഛനോട് പറഞ്ഞു. ഇല്ല, അവന്റെ അമ്മയുടെ നാവിന്മേലുള്ളത് കേൾക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോകില്ല, ഭാസ്കരൻ മാഷ് തറപ്പിച്ചു പറഞ്ഞു. സങ്കടക്കടലിൽ മുങ്ങാങ്കുഴിയിട്ട് വീർപ്പ് മുട്ടാനേ ഭാമയ്ക്ക് കഴിഞ്ഞുള്ളൂ. കുഞ്ഞിന്റെ പേരിടയിലായിട്ടും മധു എത്തിയില്ല. ഭാസ്കരൻ മാഷ് തന്നെ കുഞ്ഞിന് 2 പവനിൽ അരഞ്ഞാണവും മാലയും തീർപ്പിച്ചു കൊണ്ടുവന്നു. സദ്യ ഉണ്ടാക്കി കുഞ്ഞിന് പേരിട്ടു നീനു. എന്തു പറ്റി? ഭാമയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും കണ്ടില്ലല്ലോ, വല്ല പ്രശ്നമുണ്ടോ? പലരും ചോദ്യം തുടങ്ങി. ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തു മറുപടി പറയുമെന്നറിയാതെ ശ്വാസം മുട്ടലോടെ നിന്നു സരോജവും ഭാസ്കരൻ മാഷും. 3 മാസങ്ങൾ കഴിഞ്ഞു. ഭാമയുടെ പ്രസവ ശുശ്രൂഷയും പ്രസവ രക്ഷയും കഴിഞ്ഞു. അവൾ ആരോഗ്യവതിയായി. കടഞ്ഞെടുത്ത അവയവ ഭംഗികൾ വീണ്ടും ആ ശരീരത്തെ കനിഞ്ഞനുഗ്രഹിച്ചു. കവളത്തെ തുടുപ്പും കണ്ണിണയിലെ തിളക്കവും ഇരട്ടിച്ചു. അതരങ്ങളിൽ രക്തം കിനിയുന്ന ചുവപ്പ് വന്നു. അച്ഛാ, ഭാമ ഒരു ദിവസം ഭാസ്കരൻ മാഷിന്റെ മുമ്പിൽ നിന്നു. ഞാൻ ചെറിയിടത്തേക്ക് മടങ്ങുകയാണച്ചാ. ഭാസ്കരൻ മാഷ് ഞെട്ടിപ്പോയി. നീ ഇനി അങ്ങോട്ട് പോകുന്നെന്നോ? എന്തിന്? അതല്ലേ അച്ഛാ എന്റെ ഭർത്താവിന്റെ വീട്. ശാന്തമായിരുന്നു ഭാമയുടെ മുഖം. ഭർത്താവിന്റെ വീട്? നീനുവിനെ കുളിപ്പിച്ച് ഉടുപ്പിടിയിക്കുകയായിരുന്നു സരോജൻ പറഞ്ഞു. 3 മാസമായി ഇന്നോളം ഒന്നും വന്നിട്ടില്ലവൻ. അവളുടെ ഒരു ഭർത്താവ്. ഞാനല്ലെന്ന് പറഞ്ഞാൽ മധുവേട്ടൻ എന്റെ ഭർത്താവ് അല്ലാതാകുമോ അമ്മേ?
ആകുമെങ്കിൽ ഞാൻ പറയാമല്ലെന്ന്. എന്താ? സരോജത്തിന്റെ മുഖം മങ്ങിപ്പോയി. അതല്ല മോളെ, ഭാസ്കരൻ മാഷ് പറഞ്ഞു. ഇത്ര സ്നേഹശൂന്യനായ അവന്റെ ഭർത്താവ് അതൊക്കെ ഒരു അവകാശമായി കരുതുന്നു. പിന്നെ എന്താ അച്ഛാ വേറെ വഴി? അങ്ങനെ ഒരു അവകാശം സ്ഥാപിക്കുന്ന ഭർത്താവിനെ നിനക്കിനി വേണ്ട. വേണ്ടെന്ന് വെച്ചാലോ അച്ഛാ? ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളൊരു ഭർത്താവിനെ കണ്ടെത്തി അച്ഛൻ എനിക്ക് തരുമോ? സരോജം അമ്പരപ്പോടെ മകളെ നോക്കി. എന്താ മോളെ നീ പറയുന്നത്? അങ്ങനെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണോ വിവാഹബന്ധം? അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു എന്ന് പറഞ്ഞത്. ഭാമ തുടർന്നു. അവിടെയുള്ളവർക്ക് എന്നെ ഈ കുഞ്ഞിനെയും വേണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ആ മനുഷ്യന് ഭർത്താവായിട്ട് വേണം. വേണ്ട അച്ഛാ. നീ ആലോചിച്ചിട്ടാണോ ഭാമയെ പറയുന്നത്? ഭാമയുടെ മുഖത്ത് വിഷാദം തെങ്ങി. കണ്ണുകൾ മെല്ലെ നിറയാൻ തുടങ്ങി. ഞാൻ ഈ 3 മാസവും ഇതുതന്നെയാണ് അച്ഛ ആലോചിച്ചത്. തിരിച്ചു പോകണോ വേണ്ടയോ എന്ന്. പോകണോ എന്നാണ് എന്റെ മനസ്സ് അനുശാസിക്കുന്നത്. നീ ആ അടുക്കളയിൽ കിടന്ന് ഇനിയും നരകിക്കും മോളെ. ഭാസ്കരൻ മാഷിനും ഭാമയ്ക്കും സങ്കടം പെരുകി. നരകിക്കണം. നരകമാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇനി ഞാൻ പോകുന്നത്. നരകത്തീയിൽ വെന്തുരുകാൻ തന്നെ. ഭാസ്കരൻ മാഷ് മകളെ സൂക്ഷിച്ചു നോക്കി. തീയിൽ ചുട്ടുപഴുത്ത് അടിച്ചു പാകപ്പെട്ട ലോഹത്തകിടായിരുന്നു അവളുടെ മനസ്സ്. അടിക്കും തോറും ഇനി തിളക്കം കൂടുകയുള്ളൂ എന്ന് അയാൾക്ക് തോന്നി. മകളുടെ മനസ്സിൽ ശക്തമായ എന്തോ ഒന്ന് കിടന്ന് ചുട്ടുപഴുക്കുന്നുണ്ടെന്ന് മാഷിന് മനസ്സിലായി. ആ തള്ളയോ ഒരു മൂശേട്ടയാ. അപ്പോ അവനെങ്കിലും നിനക്ക് ഇത്തിരി സന്തോഷവും സമാധാനവും തന്നില്ലെങ്കിൽ എങ്ങനെ നീ കഴിയും? സരോജൻ ചോദിച്ചു. ഇതെന്റെ വിധിയാണമ്മേ, ഭാമ പറഞ്ഞു. അമ്മയുടെ മറ്റ് 2 മക്കൾക്കും ജോലിയായി. എനിക്ക് മാത്രം എന്താ അത് കിട്ടാത്തത്? എന്റെ അനുഭവദോഷം അല്ലേ? ഒക്കെ ശരി എന്ന് കരുതി അറിഞ്ഞുകൊണ്ട് കടുവാക്കൂട്ടിൽ തലയിടണോ എന്നാണ് എന്റെ ചോദ്യം. അത് വേണോ അച്ഛാ? ഭാമയുടെ വാക്കുകൾക്ക് ദൃഢതയുണ്ടായിരുന്നു, മൂർച്ചയുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് നിനക്കും ചെലവിന് തരാൻ ഇപ്പോഴും എനിക്ക് കഴിയും മോളെ. ഭാസ്കരൻ മാഷ് മകളെ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. എനിക്ക് ഒരു കുഞ്ഞല്ലച്ചാ ഉള്ളത്, 2 മക്കളുണ്ട്. എന്നെ വളർത്തി പഠിപ്പിച്ച് വിവാഹം ചെയ്ത് വിട്ടു അച്ഛൻ. എന്റെ മക്കളെ വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും വിവാഹം ചെയ്ത് വിടേണ്ടതും അവരുടെ അച്ഛനാണ്. അതുകൊണ്ട് ഈ കുഞ്ഞും വളരേണ്ടത് അവിടെയാണ്. ഭാമയുടെ മുഖം വല്ലാതെ ചുമന്നു. പെൺകുട്ടികളെ പ്രസവിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പെൺകുട്ടികളായി ജനിച്ചു എന്നത് ഈ കുഞ്ഞുങ്ങളുടെ തെറ്റ്. അത് തെറ്റാണെങ്കിൽ പെണ്ണിനെ ജനിപ്പിച്ചവൻ ആണിനെ തന്നെ ജനിപ്പിക്കണമായിരുന്നു, അല്ലേ അച്ഛാ? ഭാസ്കരൻ മാഷ് മകളുടെ മുഖത്തേക്ക് അന്താളിപ്പോടെ നോക്കി. എന്താണിവൾ പതിവില്ലാത്തതുപോലെ തന്നോട് സംസാരിക്കുന്നത്? പെണ്ണിനെ പ്രസവിച്ചത് എന്റെ തെറ്റായി കണ്ട് എന്നെ ശിക്ഷിക്കുന്ന ആളിന് പെണ്ണിനെ സൃഷ്ടിക്കാത്തതിന്റെ പേരിൽ തിരിച്ച് ശിക്ഷ കൊടുക്കണ്ടേ അച്ഛാ? ഭാമ ദൃഢമായി പറഞ്ഞു. മോളെ, നീ വേണം, ശിക്ഷ കൊടുക്കണം. അതുകൊണ്ട് ഈ കുട്ടികൾ ഇനി അവിടെ വളരണം, അവിടെ തന്നെ ആഹാരം കഴിക്കണം. ഈ കുട്ടികളുടെ അച്ഛനായി തന്നെ ആ മനുഷ്യൻ അറിയപ്പെടണം. അതുകൊണ്ട് എനിക്ക് പോകണം. ഭാമ കിതച്ചു. അരിശം കൊണ്ട്, അമർഷം കൊണ്ട്, സങ്കടം കൊണ്ട്. കഴിഞ്ഞാൽ എനിക്ക് 6 പ്രസവിക്കണം. 6 പെണ്ണായിരിക്കണം. പെണ്ണിനെ വെറുക്കുന്നവന്റെ വീട് പെണ്ണിനെ കൊണ്ട് നിറയ്ക്കണം. ഭാമയുടെ കണ്ണുകളിൽ പടരുന്ന തീ കണ്ട് സരോജം ഭയത്തോടെ പറഞ്ഞു. ഇനി നീ ഒരു പെണ്ണിനെ കൂടി പ്രസവിച്ചാൽ 3 തരം അവൻ നിന്നെ കൊല്ലും. കൊല്ലട്ടെ, അതും എന്റെ ലക്ഷ്യമാണ്. ഭാമേ. ഭാസ്കരൻ മാഷും സരോജവും ഭയന്നു. അവരുടെ ഭയം നിറഞ്ഞ മുഖം ഭാമ ശ്രദ്ധിച്ചില്ല. ചുട്ടെടുത്ത ലോഹപ്രതിമ പോലെ അവൾ തിളങ്ങി. എന്താണ് ഇവളുടെ മനസ്സിൽ? എന്താണ് ഇവളുടെ ലക്ഷ്യം? ഭാസ്കരൻ മാഷും സരോജവും ഇനി അവളോട് എന്തു പറയുമെന്നറിയാതെ കുഴങ്ങി. ഭാമ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. പകരം നീനുവിനെ ഒരുക്കി പോകാനിറങ്ങി. ഞായറാഴ്ചയാണ്. ജ്യോതി തന്റെ ഡ്രസ്സുകൾ ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സുകൾ വാരിയെടുത്ത് അലക്കുകല്ലിന്റെ ചുവട്ടിലേക്ക് വന്നു. ഏതാണ്ട് ഒരാഴ്ചത്തെ തുണി അത്രയുണ്ട്. കോളേജിൽ പോയിട്ട് വന്നാൽ വൈകുന്നേരം പോലും തുണികൾ മുഴുവൻ കഴുകാൻ സമയം കിട്ടിയില്ല. അത്യാവശ്യം വല്ലത് നനച്ചിടാം, അത്ര തന്നെ. ബാക്കി എല്ലാം കൂടി ഞായറാഴ്ചയാണ്. സന്ധ്യ വരെ കഴുകാനുള്ളതുണ്ട്. ഭാമേട്ടത്തി ഉണ്ടായിരുന്നപ്പോൾ അന്നന്ന് മുഷിയുന്ന തുണി അന്നന്ന് കഴുകിയിടുമായിരുന്നു, തന്റേതുൾപ്പെടെ. ഭാമേട്ടത്തി പോയിട്ട് 3 മാസമായിരിക്കുന്നു. ജ്യോതി വിഷാദത്തോട് ഓർത്തു. ഒന്നങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇന്നോളം. 2ാമത്തെ പ്രസവമല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തതിന്റെ ദേഷ്യത്തിലാണ് മധുവേട്ടൻ. ഞാൻ 6 പെറ്റതാ. പേരെടുക്കാനൊക്കെ എനിക്കും അറിയാം. അവളുടെ അമ്മ പേരെടുത്താലേ ശരിയാകൂ എന്ന് വന്നാൽ പിന്നെ അതങ്ങോട്ടേ അല്ലട്ടെ. അതാണ് അമ്മയുടെ വാദം. താനൊന്ന് പോകാൻ അനുവാദം ചോദിച്ചിട്ട് മധുവേട്ടൻ സമ്മതിക്കുന്നില്ല.
ജ്യോതി, എടി പെണ്ണെ, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു. മധുവിന്റെ വസ്ത്രങ്ങൾ സോപ്പിട്ട് തിരുമി കഴുകുകയാണ് ജ്യോതി. ഊരിയിടുകയുള്ളൂ മധുവേട്ടൻ. അമ്മയാണ് മധുവേട്ടനെ ഇങ്ങനെ അനങ്ങാ കള്ളനാകാൻ ശീലിച്ചത്. 5 പെൺമക്കൾക്കിടയിൽ ജനിച്ച ഏക ആൺതരിയല്ലേ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് തലയിൽ വെച്ചു. പ്രായമായിട്ടും ഉടുതുണികൾ കഴുകി തേച്ചിടിയിച്ചു കൊടുത്തു. ഉണ്ണാൻ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. മധുവേട്ടൻ ഇപ്പോഴും ആ ശീലമാണ്. ജ്യോതി, അമ്മ വീണ്ടും വിളിക്കുന്നു. രാവിലെ അമ്മയെ അടുക്കളപ്പടിയിൽ കുറെ സഹായിച്ചതാണ്. ഇനി എന്താണാവോ? ജ്യോതി അങ്ങോട്ട് ചെന്നു. എന്താ അമ്മേ, തുണി എത്രയാ വാരിയിട്ടിരിക്കുന്നതെന്ന് അറിയൂ? അത് മുഴുവൻ കഴുകി ഉണക്കേണ്ടതാ. ഇത്തിരി തേങ്ങ തിരിങ്ങി അരച്ചതാ പെണ്ണെ, കാർത്തി പറഞ്ഞു. പ്രായം ഇത്രയായിട്ടും അടുക്കളയിൽ കിടന്ന് നരകിക്കാനായി എന്റെ വിധി. കാർത്തി സ്വയം പ്രാഗി. 6 പെറ്റെന്ന് പറഞ്ഞിട്ട് എന്താ? എന്റെ കഷ്ടപ്പാട് തീർക്കാനും കാണാനും ഒരെണ്ണം പോലും ഇല്ല. തേങ്ങാത്താ, ജ്യോതി പറഞ്ഞു. അക്കാര്യം പറഞ്ഞിനി പ്രാഗണ്ട. ജ്യോതി തേങ്ങ ചിരിക്കി തുടങ്ങി. ആ ശബ്ദം കേട്ടാവണം അനു അങ്ങോട്ട് വന്നു. ആന്റി, തേങ്ങ. അവൾ കൈ നീട്ടി. ജ്യോതി ചിരകിയ തേങ്ങ അവളുടെ കുഞ്ഞി കയ്യിലേക്ക് ഇത്തിരി കൊടുത്തു. എന്നിട്ട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തു. ആന്റിയുടെ പൊന്നുമുത്ത് കുളിച്ചില്ലേടാ? സുന്ദരിയായില്ലേടാ? അവൾ ചോദിച്ചു. ഈയോ. അനു തേങ്ങ വായിലിട്ടുകൊണ്ട് ചുമലനക്കി. അതിനെ സമയത്തൊന്ന് കുളിപ്പിക്കാനും ചോറ് കൊടുക്കാനും ആരാ ഉള്ളത്? കാർത്തി വെള്ളരിക്ക മുറിച്ച് അരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിന്റെ തള്ള സുഖം എടുക്കാൻ പോയിരിക്കല്ലേ. എനിക്ക് 2 കയ്യേ ഉള്ളൂ. പറ്റുന്നതൊക്കെ ചെയ്യും. അത്രയ്ക്കങ്ങ് വകവെച്ചാ മതി. അമ്മയ്ക്കെന്താ ഇത്ര വഴി? എവിടെയോ പോകാനൊരുങ്ങി വരാന്തയിലെത്തിയ മധു വിളിച്ചു ചോദിച്ചു. അതിനെ ഒന്ന് കുളിപ്പിക്കാൻ വയ്യേ? വെറുതെ ഇരിക്കുവല്ലേ ഇവിടെ? അമ്മ വെറുതെ ഇരിക്കുകയാണെന്ന് ജ്യോതി മുഖം ഉയർത്തി. ഞായറാഴ്ചയാണ്. മധുവേട്ടൻ കുളിച്ച് സുന്ദരനായി ഡ്രസ്സ് ചെയ്തിറങ്ങുന്നു. അനു സ്വന്തം കുഞ്ഞാണ്. കുളിക്കുമ്പോൾ അവളെ കൂടി കുളിപ്പിച്ചാലെന്താ? കഴിക്കുമ്പോൾ അവൾ കൂടി ആഹാരം കൊടുത്താലെന്താ? ചെയ്യില്ല മധുവേട്ടൻ. കുറച്ച് പറമ്പുണ്ട്. 4 പെൺമക്കളെ കെട്ടിച്ചതിന്റെ ബാക്കി കുറച്ച് മധുവേട്ടന് വേണ്ടി നീക്കിയിട്ടിട്ടുണ്ട് അച്ഛൻ. പറമ്പ് പോയതിൽ ദുഃഖിക്കുന്ന ആൾ ഉള്ള പറമ്പിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഒരു തൂമ്പ കുത്താറില്ല. ഒരു മൂടി ചീനിയോ ചേമ്പോ നടുകയില്ല. ആജ്ഞാപിക്കുകയുള്ളൂ. ചെയ്യുന്ന ശീലമില്ല. കുറ്റം പറയാനോ ബഹുമെടുക്കൻ. മധുവേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു. ഫാമേച്ച് പോയി കഴിഞ്ഞു തുടങ്ങിയ പതിവാണിത്. എവിടെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ഇനി വരൂ. നീ ആ മുക്കാട്ടേക്ക് ചെല്ല്. നിന്റെ കെട്ടിയോളെ ചെന്ന് വിളിച്ചോണ്ട് വാ. എനിക്ക് വയ്യ ഈ അടുക്കളയിൽ കിടന്നിങ്ങനെ നരകിക്കാൻ. ആ, മധു മൂളിക്കൊണ്ട് നീങ്ങി. കാർത്തി ഇങ്ങനെ പലപ്പോഴായി പറയുന്നു. മധു മൂളും. പക്ഷേ ഒരിക്കലും അവൻ മുക്കാട്ടേക്ക് പോയിട്ടില്ല. നാണക്കേട് കൊണ്ടാവും മധുവേട്ടൻ പോകാത്തത്. അങ്ങോട്ട് ആളും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഭാമേട്ടത്തി ഇനി വരില്ലേ ആവോ? മധുവേട്ടൻ ചെന്നൊന്ന് കൊണ്ടുവന്നെങ്കിൽ ജ്യോതി ശക്തമായി ആഗ്രഹിച്ചു. ചിരകിയ തേങ്ങ അരച്ചു കൊടുത്തിട്ട് ജ്യോതി ഒരു പ്ലേറ്റിൽ അല്പം ചോറെടുത്ത് അനുവിന് കൊടുത്തു. ഒരു കഷ്ണം മീനും മുള്ളില്ലാത്ത മീൻ കൊടുത്താൽ തനിയെ ഉണ്ടോളൂ അവൾ. മീനും ചോറും അനുവായി വായിൽ വെക്കുന്നത് നോക്കി നിന്നിട്ട് ജ്യോതി മുറ്റത്തേക്കിറങ്ങി. തുണി കഴുകാൻ ഇനിയും കിടക്കുന്നു. അലക്കുകല്ലിന്റെ ചുവട്ടിലേക്ക് നടക്കുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് ജ്യോതിയുടെ കണ്ണുകൾ ഗേറ്റിങ്കിലേക്ക് പാറിയത്. അമ്പരപ്പും ആഹ്ലാദവും കൊണ്ട് തറഞ്ഞു നിന്നുപോയി അവൾ. ഭാമേട്ടത്തി വരുന്നു. കയ്യിൽ കുഞ്ഞും. എന്റെ ഈശ്വര, ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ താൻ. വരണേ എന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. ജ്യോതി ഗേറ്റിങ്കിലേക്ക് ഓടി. ഏട്ടത്തി. അവൾ ഫാമയുടെ അടുത്ത് നിന്ന് തോളിൽ പിടിച്ചു. ഞാൻ ഇപ്പോഴും ഏട്ടത്തിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഫാമ പുഞ്ചിരിച്ചു. അവളെ തലോടി. നീ ഓർക്കുമ്പോഴേക്കും ഞാനിങ്ങ് വന്നില്ലേ? പറയുന്നതിനിടയിൽ ഫാമ കണ്ടു ഉമ്മറത്തിരിക്കുന്ന അനുവിനെ. ജ്യോതി ഫാമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചെടുക്കുമ്പോഴേക്കും ഫാമ മുമ്പോട്ട് പാഞ്ഞു. അനു, തന്റെ കുഞ്ഞ്, തന്റെ പൊന്നുമോൾ. മുഖത്തും ദേഹത്തും ചോറും മീനും പറ്റിപ്പിടിച്ചിരിക്കുന്ന പരുവം. ഫാമയെ അനുമോൾ ഒന്ന് നോക്കി. ഒരു നിമിഷം ആ കുഞ്ഞി കണ്ണുകൾ വിടർന്നു. ചോറ് പാത്രം കയ്യിൽ നിന്ന് താഴെ വീണു. അനു കൈകൾ രണ്ടും വിടർത്തി. അമ്മീ. ആഹ്ലാദവും അതിലേറെ സങ്കടവും നിറഞ്ഞ വിളി. 3 മാസമായി കാണാതിരുന്ന അമ്മയെ ഒരു നോക്ക് കണ്ടതിന്റെ ആഹ്ലാദം അതവളെ സന്തോഷിപ്പിക്കുകയും കരയിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഭാമ കുഞ്ഞിനെ 2 കൈകൊണ്ടും വാരിയെടുത്ത് നെഞ്ചിൽ ചേർത്തു ഉമ്മ വെച്ചു. അമ്മയുടെ പൊന്നുമുത്തേ. അനു കുഞ്ഞി കരങ്ങൾ കൊണ്ട് ഭാമയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. പിന്നെ ഭാമയുടെ മുഖത്ത് മുത്തങ്ങൾ നൽകി. ഭാമയുടെ മുഖത്ത് ചോറും കൂട്ടാനും പറ്റി പിടിച്ചു. എങ്കിലും ഭാമ അവളെ നെഞ്ചിൽ തന്നെ ചേർത്ത് പിടിച്ചു. അമ്മി, അമ്മി, അച്ഛ, ആന്റി. ആഹ്ലാദം കൊണ്ട് മതിമറന്ന മട്ടിൽ അനുമോൾ കുഞ്ഞി വിരൽ ചൂണ്ടി വീടിനുള്ളിലും പരിസരത്തും ഒക്കെ കാട്ടിക്കൊണ്ട്
എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുകയാണ്. ഭാമ ഓരോ വിശേഷങ്ങൾക്കും ഓരോ ഉമ്മ നൽകി. ഒടുവിലാണ് അനുമോൾ നീനുവിനെ കണ്ടത്. അമ്മി വാ വാ, അവൾ കൈ നീട്ടി. അമ്മയുടെയും കുഞ്ഞിന്റെയും പുനഃസമാഗമം കാണുകയായിരുന്നു ജ്യോതി. അവളുടെ കണ്ണുകൾ നനവാർന്നിരുന്നു. ഭാമേട്ടത്തി പോയതുകൊണ്ട് ഏറ്റവും വിഷമം മോൾക്കായിരുന്നു, ജ്യോതി പറഞ്ഞു. ഭാമ നോക്കി. പകലൊക്കെ അമ്മയുടെ കോച്ചിങ് അല്ലേ, അറിയാലോ കാര്യങ്ങൾ. ജ്യോതി പുഞ്ചിരിച്ചു. എന്താടി അമ്മയെ കൊണ്ടൊരു ശല്യം? സംസാരം കേട്ടാണ് കാർത്തി ഇറങ്ങി വന്നത്. ഭാമയെ കണ്ടപ്പോൾ കാർത്തി ഒന്ന് അമ്പരന്നു. നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇവിടേക്ക് വരാൻ എന്തിനാമേ എനിക്കൊരു മുന്നറിയിപ്പ്? ഭാമ ചോദിച്ചു. ചുറ്റും ഒന്ന് നോക്കിയിട്ട് കാർത്തി ചോദിച്ചു. നീ ഒറ്റയ്ക്കാ വന്നത്? അതെ, ഒറ്റയ്ക്കല്ലേ ഞാൻ എവിടെ നിന്ന് പോയതുപോലെ മടങ്ങി വന്നു. കൊള്ളാം, 2-3 മാസം നീ അവിടെ കഴിഞ്ഞു. സുഖപ്രസവം. ഇവിടെ നിന്റെ ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു. ആ വിചാരം നിനക്കുണ്ടായോ? ഇതെന്താ അമ്മേ? ജ്യോതി ചോദിച്ചു. ഭാമേട്ടത്തെ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ, ബാക്കി ഇനി അകത്ത് എന്നിട്ട് പോരെ. നീ പോയി തുണി കഴിയടി അസത്തെ, കാർത്തി ജ്യോതിയോട് പറഞ്ഞു. ഭാമ ജ്യോതിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി 2 കുട്ടികളുമായി ഭാമ അകത്തേക്ക് കയറി. മധു അവിടെ ഇല്ലെന്നും താനില്ലാത്തത് മുതലെടുത്ത് കറങ്ങുകയാണെന്നും ജ്യോതി പറഞ്ഞു. ഭാമ അറിഞ്ഞു. എപ്പോഴാണാവോ ഇനി വരവ്? ഭാമ തങ്ങളുടെ മുറിയിലേക്ക് വന്നു. വാതിക്കൽ എത്തിയപ്പോഴേ അവൾ കണ്ടു. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു മുറി. നീനു മെല്ലെ കരയാൻ തുടങ്ങി. അകത്തേക്ക് കയറിയിട്ട് അനുവിനെ ബെഡിന്മേലേക്ക് ഇരുത്തി. എന്നിട്ട് ബ്ലൗസിന്റെ ഹുക്കഴിച്ച് നീനുവിനെ മാറോട് ചേർത്തു. വാവയുടെ ഇളം ചുണ്ടുകൾ പാൽ വലിച്ചു കുടിക്കുന്നത് കണ്ടപ്പോൾ അനുവിന്റെ കണ്ണുകളിൽ കൗതുകം. അവളും നൊട്ടി നുണഞ്ഞു. പാൽ കുടിച്ച് മതിയാകാത്ത കുഞ്ഞ്. ഭാമ അവളെയും തന്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഇതെന്നതാ നീ കാണിക്കുന്നത്? അങ്ങോട്ട് വന്ന കാർത്തി ഈർഷ്യപ്പെട്ടു. 2 കൊച്ചുങ്ങൾക്ക് ഒരുപോലെയാണോ പാല് കൊടുത്ത് പഠിപ്പിക്കുന്നത്? അവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പാൽ നിഷേധിക്കപ്പെട്ടതല്ലേ അമ്മേ? ഇവൾ കുടിക്കുന്നത് കണ്ടപ്പോൾ നൊട്ടി നുണയുന്നു. കുടിക്കട്ടെ, നല്ലതല്ലേ? ഭാമ ന്യായീകരിച്ചു. എന്തോന്ന് നല്ലത്? കാർത്തി പുച്ഛിച്ചു. മുലപ്പാലല്ലേ അമ്മേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അവൾക്കിപ്പോഴും മുല കുടിക്കുന്ന പ്രായമല്ലേ? ഓ, ആരോഗ്യം വെപ്പിക്കുന്നു. വല്ല ആൺകൊച്ചുങ്ങളുമായിരുന്നേ കൊള്ളാം. വേലയെടുത്ത് കുടുംബം പോറ്റാൻ ആരോഗ്യം വേണം. ഇപ്പൊ ഇതെന്തിന്? അടുക്കള നിരങ്ങാനോ? ഹോ, കേട്ട് മടുത്ത പഴയ പല്ലവി. അടുക്കളപ്പണി ചെയ്യാനും ആരോഗ്യം വേണ്ടേ? അല്ല, കുറഞ്ഞ പക്ഷം ഒരാണിനെ പ്രസവിക്കാനും പെണ്ണ് ആരോഗ്യത ഇരിക്കണ്ടേമ്മേ? ഭാമ ചോദിച്ചു. കാർത്തി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ എന്താ എന്നോട് തർക്കുത്തരം പറയാനാണോ ഭാവം? തർക്കുത്തരമൊന്നും അല്ലമ്മേ, ഞാൻ കാര്യം പറഞ്ഞതാ. അമ്മയും പെണ്ണ, വിറ്റാമിനുള്ള ആഹാരമൊക്കെ കഴിക്കണ്ട എന്ന് അമ്മ കരുതുന്നില്ലല്ലോ. അതെന്താന്ന് ചോദിച്ചാൽ കാർത്തിക് ഉത്തരം മുട്ടി. എനിക്ക് പിന്നെ ആഹാരം കഴിക്കണ്ടായോ? അത് തന്നെയാണമ്മേ ഞാനും പറഞ്ഞത്. അല്ല, ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാ? കൊള്ളാലോ നിന്റെ അഹമ്മതി. കാർത്തിക്ക് വാക്കിൽ തോറ്റതിന്റെ ഈർഷ്യ നല്ലവണ്ണം ഉണ്ടായി. ഭാമ നോക്കുമ്പോൾ നീനു ഉറങ്ങിക്കഴിഞ്ഞു. അവളെ തൊട്ടിലിൽ കിടത്തി. നിഷേധിക്കപ്പെട്ടിരുന്ന പാലമൃത് കുറച്ചു നാള് കൂടിയിട്ട് അമ്മയുടെ സ്നേഹവും സാമീപ്യവും രണ്ടും കിട്ടിയതോടെ നിർവൃതിയിലാണ്ടതുപോലെ അനുവിന്റെ കുഞ്ഞു കണ്ണുകളെയും ഉറക്കം തഴുകി. അവൾക്കും തൊട്ടിലിൽ കിടക്കണമെന്നായി. ഭാമ ആദ്യം അവളുടെ ദേഹത്ത് പറ്റിയിരുന്ന ചോറും കറിയുടെ അംശങ്ങളും മാറ്റാനായി അവളെ കുളിപ്പിച്ചു. ഉറങ്ങാൻ ഭാവിക്കുന്നതിനിടയിൽ കുളിപ്പിച്ചതിനാലാവാം അനു കാറിക്കരഞ്ഞു. അമ്മ വന്ന് കൊഞ്ചിക്കൽ കൂടിയായപ്പോ കൊച്ചു തറയിലും താഴെയുമല്ല, കരച്ചിലായി. എന്റെ അടുത്ത് ഇത്രയും ദിവസം നിന്നോള്. അവള് കരഞ്ഞിട്ടേ ഇല്ല. കാർത്തി വീണ്ടും വന്ന് വഴക്കുമായി. അനുവിന്റെ കരച്ചിൽ കേട്ട് ജ്യോതി ഓടിയെത്തി. എന്താ ഭാമേട്ടത്തി? കുളിപ്പിച്ചതിനാ ജ്യോതി. അവൾക്കിപ്പോൾ തൊട്ടിലിൽ കിടക്കണം, ഉറങ്ങണം. അവളും കുഞ്ഞല്ലേ ഭാമേച്ചി. ഇളയ കുട്ടി ഉണ്ടായി എന്ന് കരുതി അവൾക്ക് പ്രായമായോ? 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ജ്യോതി അനുവിന്റെ ഭാഗത്തായി. ആന്റി തൊട്ടിൽ കെട്ടിത്തരാട്ടോ. അല്പം കയർ തപ്പി എടുത്തുകൊണ്ടുവന്ന് മധുവിന്റെ ഒരു മുണ്ടും മടക്കി കെട്ടി. ഭാമയും സഹായിച്ചു. ഇരുവരും കൂടി ഒരു തൊട്ടിലുണ്ടാക്കി. അപ്പോൾ അനുവിന് നിർബന്ധം. അവൾക്ക് പഴയ തൊട്ടിൽ മതി. നീനുവിനെ എടുത്ത് പുതിയ തൊട്ടിൽ കിടത്തിയിട്ട് അനുവിനെ പഴയ തൊട്ടിൽ കിടത്തിയാട്ടി. ജ്യോതി വീണ്ടും തന്റെ പണിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഭാമയുടെ നെഞ്ചിൽ ഒരു താരാട്ടിന്റെ ഈണം തേട്ടി. അവൾ അത് മൂളി. അനു സുഖ സുഷുപ്തിയിലായി. ഭാമ തന്റെ വന്ന ഡ്രസ്സ് മാറ്റി. പിന്നെ ജ്യോതിയെ സഹായിക്കാൻ ചെന്നു. ഒരുപാട് തുണിയുണ്ടല്ലോ ജ്യോതി. എന്റെ ഏട്ടത്തി ഒന്നും പറയണ്ട, അമ്മയ്ക്ക് വയ്യാന്നാ പറച്ചിൽ. മധുവേട്ടന്റെ കാര്യം അറിയാലോ, ഉടുക്കുക പറിച്ചിടുക.
അതിലപ്പുറം വല്ലതും ചെയ്യുമോ? ഏട്ടത്തി പോയതോടെ എന്റെ ഗതി അതോ ഗതിയിലായി എന്ന് പറഞ്ഞാ മതിയല്ലോ. ഭാമ ചിരിച്ചു. ഞാൻ കരുതിയത് ഇനി ഏട്ടത്തി വരില്ലെന്നാ. ജ്യോതി ശബ്ദം താഴ്ത്തി. ഭാമ അമ്പരപ്പിൽ ജ്യോതിയെ നോക്കി. ഇവിടെ നിന്നാരും അങ്ങോട്ട് വന്നില്ലല്ലോ. ഇവിടെ നിന്ന് ആരും വന്നില്ലെങ്കിലും എനിക്ക് തിരിച്ചു വരാതിരിക്കാനാവില്ല ജ്യോതി. അതാണ് ഈ താലി കെട്ടിയാലുള്ള ദോഷം. താലി കെട്ടുന്ന ദോഷോ? ചിലർക്ക് ദോഷമാണ്. നല്ലതാകാൻ നീ എങ്കിലും പ്രാർത്ഥിക്കും. ഭാമേട്ടത്തി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നില്ലേ? വിവാഹപ്രായമായ ഏതൊരു പെണ്ണിന്റെയും പ്രാർത്ഥന അതാവും ജ്യോതി. എന്നിട്ട് ഏട്ടത്തിക്ക് നല്ല ജീവിതം കിട്ടിയോ? ഭാമ മന്ദഹസിച്ചു. വിളറിയ മന്ദഹാസം. അപ്പോ പിന്നെ ഞാനും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ജ്യോതി ചോദിച്ചു. അവൾ ചിരിക്കുകയാണ്. പാവം പെണ്ണ്. ഉള്ളിൽ അവൾക്ക് കളങ്കമില്ല, സ്പർദ്ധയില്ല, സ്വാർത്ഥതയില്ല. അത് തന്നെ ഭാഗ്യം. ഫാമേ, കാർത്തി ഉമ്മറത്തേക്ക് വന്നു. ആഹാ, നാത്തോനും കൂടി പിറുപിറുപ്പ് തുടങ്ങിയല്ലോ. എന്താ അമ്മേ? ഫാമ ചോദിച്ചു. അവളതലക്കട്ടെ, നീ ഇങ്ങോട്ട് വാ, അടുക്കളയിലോട്ട്. നടു വയ്യാണ്ട ഞാൻ ആകെ വിഷമിക്കുക. വന്ന് ഈ പണി ചെയ്, കാർത്തി പറഞ്ഞു. ചെല്ല്. അടുക്കള സാമ്രാജ്യം അമ്മ പൂർണ്ണമായും വിട്ടു തന്നിരിക്കുന്നു. ചെല്ല്. ജ്യോതി ചിരി അമർത്തി. ഭാമ അങ്ങോട്ട് ചെന്നു. ജ്യോതി പറഞ്ഞത് ശരിയാണ്. കാർത്തി അടുക്കള വിട്ടിരിക്കുന്നു. അവർ മുറുക്കാൻ ചെല്ലവുമായി ഉമ്മറത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ഭാമ എതിർത്തൊന്നും പറഞ്ഞില്ല. അടുക്കളയിലേക്ക് കയറി. മധു വന്നപ്പോൾ സന്ധ്യയായി. ഭാമ അടുക്കളയിൽ അനുവിന് ആഹാരം കൊടുക്കുകയായിരുന്നു. മുറിയിലേക്ക് വന്നപ്പോൾ മധു കണ്ടു 2 തൊട്ടിൽ. ഒന്നിൽ നീനു കിടക്കുന്നു. മധു തൊട്ടിലിനുള്ളിലേക്ക് നോക്കി. തന്നോടൊരു വെല്ലുവിളി പോലെ, ചോദ്യചിഹ്നം പോലെ ഒരു കുഞ്ഞ്. നീ എന്നെ കൊല്ലാനൊരുങ്ങി, നീ എന്നെ ചവിട്ടി പുറത്താക്കാൻ നോക്കി. എന്നിട്ടും ഇതാ ഞാൻ വന്നിരിക്കുന്നു, ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്റെ മുമ്പിലേക്ക്. മധുവിന് ആ വെല്ലുവിളി ഉൾക്കൊള്ളാനായില്ല. അയാൾ ഒരു കൈകൊണ്ട് തൊട്ടിൽ തുണിയിൽ അമർത്തി പിടിച്ചു. എന്നിട്ട് ആ തൊട്ടിൽ കയർ ചെത്തി മുറിച്ചു. നീനു ഞെട്ടി ഉണർന്നു. തൊട്ടിലിൽ ഉലച്ച് തട്ടിയെന്ന വണ്ണം കുഞ്ഞ് കാറിക്കരഞ്ഞു. അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ പ്രതിഷേധം. ഒക്കത്തിരുന്ന അനുവിന്റെ വായിലേക്ക് ദോഷം മുറിച്ചു കൊടുക്കുകയായിരുന്നു ഭാമ. ഞെട്ടിപ്പോയി. കുഞ്ഞിന് എന്തു പറ്റി ഞെട്ടിക്കരയാൻ? ഭാമ പാഞ്ഞെത്തി. ഭാമ മാത്രമല്ല, ജ്യോതിയും കാർത്തികയെത്തി. ഭാമ കണ്ടു. ചെത്തി മുറിച്ച് കയറിന്റെ ബാക്കി തുണ്ടുകളിൽ പിടിച്ച് കാറിക്കരയുന്ന കുഞ്ഞിനെയും കൊണ്ടുവരുന്ന മധു. സ്തംഭിച്ചുപോയി അവൾ. ഒരുതരം ഭ്രാന്തമായ ഭാവമായിരുന്നു മധുവിന്. തൊട്ടിലൂടെ ആഞ്ഞു മുറ്റത്തേക്ക് എറിയാനാണ് ആ മധുവിന്റെ പ്ലാൻ. മധുവേട്ടാ, ഭാമ ഉറക്കെ വിളിച്ചു. ഓ, നീ വന്നു അല്ലേ? ഞാൻ വരാഞ്ഞിട്ടും വിളിക്കാതിരുന്നിട്ടും വന്നു അല്ലേടി? ഭാമ മധുവിനെ തറച്ചു നോക്കി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, എന്നെ വെല്ലുവിളിക്കാൻ അല്ലേടി? മധു ചീറി. ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഭാമ ഒരു സത്യം മനസ്സിലാക്കി. അന്നത്തെ ദേഷ്യം ഇന്നും പോയിട്ടില്ല, അതേപടി നിൽക്കുന്നു. അല്പം കൂടി, ഡിഗ്രി കൂടി തന്നെ. മധുവിന്റെ കയ്യിലിരുന്ന് ആടുന്ന തൊട്ടിൽ കിടന്ന് കാറി കരയുന്ന കുഞ്ഞിനെ ജ്യോതി വാരിയെടുത്തു. എന്റെ ഈശ്വര! ജ്യോതി പ്രാണസങ്കടത്തോടെ ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. നാശം! ഇതിനെ കൊണ്ട് വേഗം ഇറങ്ങിക്കോ. ജ്യോതിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ചൂണ്ടി മധു അലറി. മധുവേട്ട, ഞാൻ ഭാമ പറയാൻ ശ്രമിച്ചു. ഒന്നും പറയണ്ട. ഈ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ നിമിഷം ഇറങ്ങാൻ ഇവിടുന്നു. അല്ല, അതിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ കഴിയാം, എന്റെ ഭാര്യയായിട്ട്. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം, ഈ നിമിഷം. മുമ്പിൽ ഒരു വലിയ ഗർത്തം കണ്ടു ഭാമ. സംഭരിച്ചു വെച്ചിരുന്ന സർവശക്തിയും ചോർന്നൊലിച്ച് ഭാമ ആ വലിയ ഗർത്തത്തിനുള്ളിലേക്ക് കാലിടറി തല കുത്തനെ വീണുപോയി. താൻ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞ്. വെറും മാസങ്ങളായിരുന്നില്ല അത്. ഇഞ്ചിഞ്ചായി ചതഞ്ഞും വേദനിച്ച് നീക്കിയ മാസങ്ങൾ. പ്രാണം പിടഞ്ഞ് വേദനിച്ചായിരുന്നു ആ പ്രസവം. വേദനിച്ചതും പ്രാണം പിടഞ്ഞതും ഈറ്റുനോവ് കൊണ്ടായിരുന്നില്ല. സൃഷ്ടികർത്താവിന് വേണ്ടാത്തതാണല്ലോ ഈ ജന്മം എന്ന് ഓർത്തിട്ടുള്ള പ്രാണം പിടയൽ. അങ്ങനെ നൊന്തും പിടഞ്ഞും പ്രസവിച്ചതുകൊണ്ടാവാം നീനുവിന്റെ പൊന്നുമുഖം കാണുന്നത് ഒരുതരം ആർത്തിയാണ്. മധുരമധുരമായൊരാർത്തി. കടിഞ്ഞൂൽ കനിയായ അനുവിനേക്കാൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു പോകുന്നു. അല്ല, അനുവിന്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ മധുവേട്ടൻ പറഞ്ഞതെന്ത്? കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഇറങ്ങാമെന്ന്. കുഞ്ഞിനെ വേണ്ടെങ്കിലോ? ഇവിടെ കഴിയാം, മധുവേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ. എന്തു വേണം? മധു ജ്യോതിയെ നോക്കി, അമ്മയെ നോക്കി, ഭാമയെ നോക്കി. കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞാലോ? ഇതോടെ ജീവിതം അവസാനിച്ചു. ഇവിടെ നിന്ന് പടിയിറങ്ങാം. അച്ഛനും അമ്മയും വിലക്കിയതാണ്, എന്നിട്ടും പോരാടാൻ തയ്യാറായി ഇറങ്ങിയതാണ് താൻ. ഇനി തിരികെ ചെല്ലുന്നത് എങ്ങനെ?
ചെന്നാലും എങ്ങനെ ജീവിക്കും? വളർത്തി പ്രായമാക്കി കെട്ടിച്ചു വിട്ടു. 2 പ്രസവം എടുത്തു. ഇനി അവരെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കാനോ? കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ തനിക്കിവിടെ കഴിയാം. തനിക്ക് ജീവിതം തുടരാം. മധുവിന്റെ ഭാര്യ എന്ന ലേബലിൽ തന്നെ ഏത് വേണം? ഭാമ പുറത്തേക്ക് നോക്കി. ഇരുട്ട് കനക്കുകയാണ്. ഈ രാത്രിയിൽ എങ്ങോട്ട് പോകും താൻ? ജ്യോതിയുടെ മുഖത്തെ ദീനത കണ്ടു. കാർത്തിയുടെ മുഖത്തെ അന്താളിപ്പ് കണ്ടു. ഒടുവിൽ മധുവിന്റെ മുഖത്തേക്ക് നോക്കി. കല്ലുപോലെ ഉറച്ച ഭാവം. അലിവോ സ്നേഹമോ തെല്ലുപോലുമില്ല. വിവാഹത്തിന് മുമ്പ് തന്നെ പെണ്ണ് കാണാൻ വന്ന മധുവിന്റെ മുഖം അല്ലിത്. ആദ്യ രാത്രിയിൽ തന്നെ നെഞ്ചോട് ചേർത്ത് നീ എന്റെ ജീവന്റെ ജീവനാണെന്ന് കാതോരം ഒഴിഞ്ഞ സ്വരവും അല്ലത്. ശത്രുവിന്റെ മുഖം, ശത്രുവിനെ നേരിടുന്ന ഭാവം. എന്താടി മിണ്ടാട്ടം മുട്ടിപ്പോയത്? പറയ്, നിനക്ക് ഞാനോ വലുത് അതോ ഈ കുഞ്ഞോ വലുത്? മധു ശക്തമായ ചോദ്യവുമായി ഭാമയുടെ മുന്നിൽ നിന്നും. എന്നെ തോൽപ്പിക്കാനാ നിന്റെ ഈ വരവെങ്കിൽ ഞാനത് സമ്മതിച്ചു തരില്ലടി, മധു പറഞ്ഞു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് എനിക്ക് വ്യക്തമായൊരു കാൽക്കുലേഷൻസ് ഉണ്ട്. അതാണ് വിട മാറ്റാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എനിക്കറിയണം, എന്നെ വേണോ കുഞ്ഞിനെ വേണോ? ഭാമ മധുവിന്റെ മുഖത്തേക്ക് തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് ജ്യോതിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന കുഞ്ഞിനെ കൂടി എടുത്ത് അനുവിനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ, എനിക്കെന്റെ കുഞ്ഞിനെ മതി. ഞെട്ടിത്തെറിച്ചു പോയി മധു. മധുവേട്ടനെ വേണം, അല്ലെങ്കിൽ മധുവേട്ടനെയും കുഞ്ഞിനെയും വേണം എന്നെങ്കിലും പറയുമെന്നാണ് അയാൾ കരുതിയത്. ആ തോൽവി അത് അയാൾക്ക് സഹിച്ചില്ല. മധുവിന്റെ വലതുകരം ഭാമയുടെ കവള താഞ്ഞു വധിച്ചു. ധിക്കാരി, നിന്റെ ഒരു തന്റെ ഇടം, ആണിന് സമം തന്റെ ഇടം പറയുന്നോടി. മധു വിരൽ ചൂണ്ടി. 2 കൈയിലും കുഞ്ഞുങ്ങളാണ്. ഭാമയ്ക്ക് അടികൊണ്ട കവളൊന്ന് തടവാൻ പോലും കഴിഞ്ഞില്ല. മരവിപ്പ് കവളിൽ നിന്ന് കണ്ണുകളിലേക്കും തലയിലേക്കും പടരുന്നത് ഭാമ അറിഞ്ഞു. എന്താടാ നീ ചെയ്തത്? കാർത്തിക്ക് പോലും മധുവിന്റെ ആ പ്രയോഗം ഇഷ്ടപ്പെട്ടില്ല. ജ്യോതി കണ്ണുപൊത്തിപ്പോയി. എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ തന്നെ അവൾ ഭയന്നു. മധു അത്രയ്ക്ക് കലിതുള്ളിയാണ് നിൽക്കുന്നത്. അമ്മയെ അച്ഛൻ അടിച്ചത് കണ്ടിട്ടാവാം അനു കാറി കരയുകയാണ്. മിണ്ടാതിരിക്കടി ശവമേ. മധു അനുവിന്റെ ചെവിയിൽ പിടിച്ച് ശക്തമായി കിഴക്കി. ഇതിന്റെ ഒരു അലർച്ച. അതോടെ അനു വാവിട്ട് അലറിക്കരഞ്ഞു. ജ്യോതി അനുവിനെ വാരിയെടുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് കടന്നു. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞു. ആരുടെയും പ്രതികരണം മധുവിന് പ്രശ്നമായിരുന്നില്ല. കുഞ്ഞിനെ മതിയെങ്കിൽ ഇറങ്ങിക്കോ, ഈ നിമിഷം ഇറങ്ങിക്കോ. മധു ഒട്ടും അലിവില്ലാതെ ഭാമയുടെ നേരെ വീണ്ടും വിരൽ ചൂണ്ടി. എന്നെ വേണ്ടാത്തവർ ഈ നിമിഷം ഇറങ്ങണം. എടാ, എന്ത് വിവരക്കേടാ നീ പറയുന്നത്? കുഞ്ഞിനെയും കൊണ്ട് ഈ രാത്രിക്ക് എങ്ങോട്ടാടാ അവള് പോകുന്നത്? കാർത്തി ഇടപെട്ടു. എനിക്കത് അറിയണ്ട എന്ന് പറഞ്ഞാ പറ്റുവോ? കാർത്തി പറഞ്ഞു. അവള് നിന്റെ കെട്ടികളല്ലയോ? എന്റെ കെട്ടികളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. മധു വിട്ടുകൊടുത്തില്ല. നീ അകത്തോട്ട് കയറിപ്പോടി, കാർത്തി അധികാര സ്വരത്തിൽ പറഞ്ഞു. കാർത്തിക്ക് ഭാമയെ വിടാൻ തീരെ മനസ്സില്ല. ഈ 3 മാസവും അടുക്കളയിൽ കിടന്ന് കാർത്തി അത്രയേറെ അനുഭവിച്ചു. തനിക്ക് വയസ്സായി എന്നൊന്നും മകന് ചിന്തയില്ല. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൂട്ടി തന്നെ കൃത്യസമയത്ത് ആഹാരം കിട്ടണം, പൊതിച്ചോറ് കിട്ടണം. ഇന്ന് ഉച്ചയ്ക്ക് ഭാമ വന്നപ്പോൾ മുതൽ വിശ്രമമാണ്. എന്തൊരു സുഖം! ആ സുഖം ഉപേക്ഷിക്കാൻ കാർത്തിക്ക് തീരെ മനസ്സില്ല. അതാണ് അവർ ഭാമയുടെ സൈഡ് നിൽക്കുന്നത്. മധു പക്ഷേ കാർത്തിക്ക് നേരെ ശക്തമായി തന്നെ പൊട്ടിത്തെറിച്ചു. അമ്മയുടെ കാര്യം നോക്കിയാ മതി. ആഹാ, എന്നാര് പറഞ്ഞു? കാർത്തി എതിരിട്ടു. നീ അങ്ങോട്ട് ചെല്ലാഞ്ഞിട്ട് പോലും കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നു ഇല്ലേടാ? ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. എനിക്ക് ജീവിക്കണം, സമ്മതമാണ് ആ കാര്യം. പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ച കുഞ്ഞിനെ എനിക്ക് വേണ്ട, മധു തീർത്തു പറഞ്ഞു. എടാ, വേണ്ടാന്ന് വെച്ചിട്ടും എനിക്ക് 5 പെണ്ണുണ്ടായി. എന്നിട്ട് ഞാനോ നിന്റെ അച്ഛനോ ആരെയും കളഞ്ഞില്ലല്ലോ. അതെനിക്കറിയണ്ട. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനമാണ്. കാർത്തി ഭാമയെ നോക്കി. അടികൊണ്ടപടി ശില പോലെ നിൽക്കുകയാണവൾ. അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നീനുവുണ്ട്. അധികപ്പറ്റായി ഈ ലോകത്തിലേക്ക് പിറന്നു വീണൊരു പൊന്നോമന മുത്ത്. ഭാമേ, നീ എന്നാ പറയുന്നടി? കാർത്തി ഭാമയെ നോക്കി. ഞാൻ എന്താ പറയേണ്ടത്? അമ്മ പറയൂ. ഭാമ പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? 5 പെണ്ണിനെ പ്രസവിച്ച അമ്മ പറയ്. പെണ്ണിനെ വേണ്ടാന്ന് അമ്മയും പറയുന്നുണ്ടല്ലോ. പറയ്, ഞാൻ എന്ത് വേണം? കാർത്തി ഭാമയുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. തെരുവിലെറിയണോ അതോ കഴുത്ത് ഞെരിച്ച് കൊല്ലണോ? അമ്മ പറയ്. അത് പിന്നെ മധുവിന്റെ മുഖഭാവം കണ്ടതോടെ മറുപടി പറയാൻ കാർത്തിക്കും കഴിഞ്ഞില്ല. ഭർത്താവിന് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ കളയാം, ഭാമ പറഞ്ഞു. എന്നിട്ട് ഭർത്താവിനോടൊപ്പം ഞാൻ ജീവിക്കാം. കളയുന്ന ഈ കുഞ്ഞിന് പകരം എനിക്ക് വീണ്ടും കുഞ്ഞുണ്ടാവും, ശരിയല്ലേ?
മധുവിന്റെ മുഖം തെല്ലൊന്നയഞ്ഞു. ഞാൻ തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? ഭാമ പറഞ്ഞു. കുഞ്ഞിനെ കളയാതെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഭർത്താവിനെ കളയുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു ഭർത്താവിനെ കിട്ടും, ശരിയല്ലേ? മധുവിന്റെ മുഖം ചുവന്നു. ഓഹോ, അപ്പോൾ നിന്റെ ഉദ്ദേശം അതാണല്ലേടി? ഞാനില്ലെങ്കിലും വേറെ ആണുങ്ങളെ കിട്ടും. കുഞ്ഞിനെ വേണോ ഭർത്താവിനെ വേണോ എന്ന് മധുവേട്ടൻ ചോദിച്ചില്ലേ? എനിക്കൊരു മനസ്സുണ്ട്, ഹൃദയമുണ്ട്, എന്നിലൊരു സ്ത്രീയുണ്ട്. ഞാൻ ഇത് മൂന്നിനെയും ചേർത്ത് സൂചികയാക്കി ത്രാസിൽ കുഞ്ഞിനെയും ഭർത്താവിനെയും വെക്കുന്നു. ഏത് തട്ടാണ് താഴുന്നെന്ന് അറിയണ്ടായി. ഭാമയൊന്ന് മന്ദഹസിച്ചു വേദനയോടെ. എന്നിട്ട് തുടർന്നു. ഇത്തിരി പോന്ന എന്റെ കുഞ്ഞിരുന്ന തട്ടാണ് മധുവേട്ട താണിരുന്നത്. കാരണം ഞാൻ നൊന്ത് പ്രസവിച്ചതാണ്. ഭർത്താവിനെ ഞാൻ പ്രസവിച്ചതല്ലോ. മധു വിളറിപ്പോയി. അവൾ പറഞ്ഞത് എന്തെന്ന് കാർത്തിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. എങ്കിലും ഒന്ന് മനസ്സിലായി. കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങാനാണ് അവളുടെ തീരുമാനം. അത് പാടില്ല, കാർത്തി തീരുമാനിച്ചു. ഇനിയും അടുക്കളയിലേക്കൊത്തിട്ട് തിരിഞ്ഞു കയറ്റം കാർത്തിക്ക് വയ്യ. ഭാമേ, കാർത്തി ഗൗരവത്തിൽ വിളിച്ചു. ഭാമ നോക്കി. നീ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോ. മധുവേട്ടന് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാമേ ഇവിടെ നിൽക്കുന്നത്? ഭാമ ചോദിച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു. അനുമോളെ വരൂ, നമുക്ക് പോകാം. അകത്താ വിളി കേട്ട് ജ്യോതിയുടെ കയ്യിലിരുന്ന അനു കുതറി. പക്ഷെ ജ്യോതി അവളെ വിട്ടില്ല. അല്പം കൂടി ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. അനുവിനെ കൂടി കൊണ്ടുപോകാനോ? ഒന്നും നടപ്പില്ല, നീ അകത്ത് പോ, കാർത്തി വീണ്ടും പറഞ്ഞു. അച്ഛന് വേണ്ടാത്ത 2 മക്കളെയും കൊണ്ട് ഇനി ഞാൻ ഇവിടെ കഴിയുന്നത് എന്തിനാണമ്മേ? പോകുന്നതാണ് നല്ലത്. പക്ഷെ എന്തായാലും ഇത് രാത്രിയാണ്, നേരം പുലരട്ടെ, തീരുമാനിക്കാം. ഇനി എന്ത് തീരുമാനം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി രാത്രി ആയാലെന്ത്, പകലായാലെന്ത്? ആഹാ, അഹമ്മദി അത്രയ്ക്കായോ? രാത്രി നീ പോകും അല്ലേടി? കേറടിയകത്ത്. കാർത്തി തന്റെ അധികാരം മുഴുവനും എടുത്തു. ഭാമ കാർത്തിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി, മധുവിന്റെ മുഖത്തേക്കും. മുഖം തിരിച്ചു നിൽക്കുകയാണ് അയാൾ. കാർത്തി ഭാമയുടെ കയ്യിൽ നിന്ന് നീനുവിനെ പിടിച്ചെടുത്ത് അകത്തേക്ക് പോയി. ഭാമയ്ക്ക് ആയുധം വെച്ച് കീഴടങ്ങുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. ഏട്ടത്തി എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.